എല്ലാവർക്കും നമസ്കാരം. കൊളംബിയ ലാബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോതമംഗലത്ത് നങ്ങേലിപ്പടിയിലുള്ള നങ്ങേലി EV ചാർജിംഗ് സ്റ്റേഷനിലാണ്. നങ്ങേലി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം EV ചാർജിംഗ് സ്റ്റേഷൻ ഇന്നിവിടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ സംരംഭം EV സ്റ്റേഷൻ ഇവിടെ തുടങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് 250 മെഗാവാട്ട് ശേഷിയുള്ള EV സ്റ്റേഷൻ ഈ പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ വലിയ പ്രത്യേകതയോടുകൂടി തന്നെയാണ് ഈ സ്റ്റേഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. മനോഹരമായ ആംബിയൻസ്, പാർക്കിങ്ങിന് കൃത്യമായ സൗകര്യങ്ങൾ എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് EV സ്റ്റേഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ഈ സംരംഭത്തിനുണ്ടാകണം. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ EV സ്റ്റേഷന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. ഈ EV ചാർജിംഗ് സ്റ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? കേരളത്തിലെ ആദ്യത്തെ 240 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ വന്നത് ഇവിടെയാണ്. ഏകദേശം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ഒരു കാറിന് ഫുൾ ചാർജ് ആവാൻ വേണ്ടി സമയമെടുക്കാം. അത് കാറുകളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ത്യയിൽ തന്നെ ടോപ്പ് ബ്രാൻഡായ എക്സിക്കോമിന്റെ ചാർജേഴ്സ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെഷീനിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മേളിൽ തന്നെ LED ഒരു ബാർ വെച്ചിട്ടുണ്ട്. സെയിം തന്നെ ഇവിടെ നമുക്കൊരു മെഷീന്റെ ഒരു മിഡിലായിട്ടും കാണാം. അതെന്തിനാന്ന് വെച്ചാൽ വലിയ വെഹിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ താഴത്തെ ബാർ നമുക്ക് എന്താ പറയുക കാണാൻ പറ്റാതെ ആവും. അപ്പം അതിന് ഇത് ചെയ്തിട്ട് വേണം നമ്മൾ മേളിലെ ബാർ നോക്കിയിട്ട് അകലെ നിന്നുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മേളിലെ ബാർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കാർ ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗണ്ണ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ബ്ലൂ കളർ ലൈറ്റ് വരും. പച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗണ്ണ് അവൈലബിൾ ആണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മെഷീനിൽ വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അകലെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ മെഷീനിൽ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണാണ്. EV ചാർജിംഗ് സ്റ്റേഷനിൽ പോയി EV വെഹിക്കിൾസ് എല്ലാം ചാർജ് ചെയ്യുന്നവർക്ക് എന്തായാലും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ സോക്കറ്റിൽ നിന്ന് ഈ ഗണ്ണ് എടുത്ത് നമ്മുടെ വണ്ടിയിലെ സോക്കറ്റിലോട്ട് ഒരു ഗണ്ണ് വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമാണ്. അതിൻ്റെ മെയിൻ കാരണം വരുന്നത് നമ്മുടെ ഈ ഗണ്ണിൻ്റെ വെയിറ്റ് ആണ്. ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവർക്കൊക്കെ ഈ വെയിറ്റ് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം നമ്മുടെ കേബിളിലും വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സോക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗണ്ണാണ് നമ്മൾ ഈ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സിയോണിൻ്റെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം സിയോണിൻ്റെ ആപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ചാർജ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്കിവിടെ കിട്ടും. MG, ടാറ്റ, മാരുതി ഇവയുടെയൊക്കെ ചാർജിങ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവർക്ക് മറ്റൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം 7.5 കിലോവാട്ടിന്റെ AC ചാർജേഴ്സും 3.3 കിലോവാട്ടിന്റെ AC ചാർജേഴ്സും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഈ ചാർജിംഗ് സ്റ്റേഷന്റെ ഓണർ ആയിട്ടുള്ള ഡോക്ടർ വിജിത് സാറിന്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഡോക്ടർ വിജിത് ബി നങ്ങേലിൽ. ഞാൻ നങ്ങേൽ ഹോസ്പിറ്റൽ കോതമംഗലത്തെ ഡോക്ടറാണ്. ഇതിപ്പോൾ ഒരു പുതിയ EV ചാർജിംഗ് സ്റ്റേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ 240 കിലോവാട്ടിന്റെ ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷനാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോതമംഗലത്ത് നങ്ങേൽ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്യൂച്ചർ ഇനി EV ആയതുകൊണ്ട് അത് കണ്ട് പ്ലാൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എക്സിക്കോം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മെഷീനാണ്. ഇത് കൊളംബിയ ലാബാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിയോൺ എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് റൺ ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ ഏതെങ്കിലും ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊളംബിയ ലാബായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു EV ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കൊളംബിയ ലാബുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.